ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. പാസ്തക്കായിട്ടുള്ള മക്രോണി ഞാൻ ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഇവിടെയുള്ള കുറച്ച് വെജിറ്റബിൾസും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനിടെ നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി ചൂടായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ചിക്കനിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതുകൂടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കി പരിപാടികളോട് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി ബട്ടർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും, കുറച്ച് ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചേർത്തു മാത്രം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബീൻസ്, സ്പ്രിങ് ഓണിയന്, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് കടിക്കാൻ പറ്റുന്ന പാകത്തിന് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഈ സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. കാരണം ഇനി നമ്മൾ ക്രീം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലും ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടി ഓവറായി പോകരുത്, ബാലൻസ് ചെയ്ത് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ക്രീം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ചുകൂടി ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. ഒരു 3-4 സ്പൂണ് മൈദ നമുക്ക് എടുക്കാം. ഇത് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാല് വേണ്ടി വരും. ഞാനിവിടെ ഒരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, ചെറിയ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രീം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാല് യൂസ് ചെയ്യാം, ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം പാല് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട ഇല്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇഷ്ടമുള്ളവർ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് ചീസ് ഇല്ലാണ്ടും കഴിക്കാൻ. അപ്പോൾ എനിക്ക് ചീസ് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നു. ഈ ടൈമിൽ നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഓവർ കുറുകിപ്പോയാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നത്. ടൈമിൽ നന്നായിട്ട് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ
നമ്മൾ മക്രോണി വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ക്രീമി ടെക്സ്ചർ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടെങ്കിൽ എല്ലാവരും കമൻസിലൂടെ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.